പ്രകൃതിയോടുള്ള യഥാർത്ഥ സ്നേഹം ജീവിതത്തിൽ കാണിക്കുകയാണ് ഈ പച്ചയായ മനുഷ്യൻ. ഇത് പടനിലം സ്വദേശി മുഹമ്മദ് കോയ. 17 വർഷം മുമ്പ് കുടുംബസ്വത്തായി ലഭിച്ച 3 ഏക്കർ ഭൂമിയിൽ സ്വന്തമായി വനം നിർമ്മിച്ചു. ഇന്നത് പടർന്നു പന്തലിച്ച് അപൂർവ ഇനം സസ്യോദ്യാനമായി മാറിയിരിക്കുന്നു. പശ്ചിമഘട്ടത്തിലെ 225ലധികം മരങ്ങളും 25ലധികം മുളകളുടെ വൈവിധ്യങ്ങളും ഇവിടെയുണ്ട്. വെറുതെ മരങ്ങൾ നടുക മാത്രമല്ല മുഹമ്മദ് കോയ ചെയ്യുന്നത്. മരങ്ങളുടെ ശാസ്ത്രീയ നാമം മുതൽ ചരിത്രത്തിലുള്ള അവയുടെ അടയാളപ്പെടുത്തലുകളും ഇവിടെ വായിച്ചെടുക്കാം. ഇത് മന്ദാരം, ചുവടെ ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം എഴുതിയിരിക്കുന്നു. പിന്നെ ചുവടെ ഇത് സാഹിത്യത്തിൽ എന്ത് പങ്കുവഹിച്ചു എന്നുള്ളത്. മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്ത് തുന്നിയ ഈ പുനർജനിയുടെ കൂടിവിട്ട് ഞാൻ വീണ്ടും യാത്രയാണ്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ വരികളാണ് ഇവിടെ എഴുതുന്നത്. കുട്ടികൾക്ക് അതേപ്പറ്റി അറിയാൻ വേണ്ടി. അപൂർവ ഇനം പൂമ്പാറ്റകളുടെയും ചെറുജീവികളുടെയും വാസസ്ഥലമാണ് VKM ബൊട്ടാണിക്കൽ ഗാർഡൻ. മരങ്ങൾ സംരക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും മുഹമ്മദ് കോയ തന്നെ. എൻ്റെ ജീവിതാവസാനം വരെ ഇത് ഞാൻ കാത്തു സൂക്ഷിക്കും. ഇതിൻ്റെ ഒരു അരികിൽ എന്നെ അടക്കം ചെയ്യേണ്ട സ്ഥലം എൻ്റെ ഫാമിലിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ അന്ത്യവിശ്രമം കൊള്ളാനും ആഗ്രഹിക്കുന്നു. ഒരു പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല മുഹമ്മദ് കോയ നൽകുന്ന സന്ദേശം. മരങ്ങൾക്കായി ജീവിതം മാറ്റിവെച്ച് സ്വന്തമായൊരു ആവാസ വ്യവസ്ഥയുണ്ടാക്കി വരും തലമുറയ്ക്ക് മാതൃകയാകുന്നു ഈ പ്രകൃതി സ്നേഹി. അരുൺ മാത്യുവിനൊപ്പം ഷെഫീഖ് തച്ചുപറമ്പൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.